സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് പോലീസ് അകമ്പടിയോടെ ഘോഷയാത്രയായി കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെട്ടു. നാളെ വൈകിട്ടാണ് കൊല്ലത്ത് എത്തിച്ചേരുന്നത്. ഇത്തവണയും കപ്പ് കോഴിക്കോട് സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ജനം ടിവിയോട് പറഞ്ഞു. നമ്മൾ കൊണ്ടുവരണം, കാരണം അത്തരം മിടുക്കുള്ള ചിട്ടയോടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. പിന്നെ എല്ലാ ഘടകങ്ങളും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ കോഴിക്കോട്. നമുക്ക് മുന്നൊരുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ സബ് ജില്ലാ കലോത്സവങ്ങൾ, ജില്ലാ കലോത്സവം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കലാശിച്ചു. എന്നാലും വളരെ നല്ല നിലവാരം പുലർത്തുന്ന കാര്യങ്ങളായിരുന്നു. നല്ല എല്ലാ ഐറ്റംസും വളരെ നിലവാരം പുലർത്തിയതായിരുന്നു കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത്. കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെ, കൊല്ലത്ത് കാണാം. കുട്ടികൾ പറഞ്ഞ പോലെ കൊല്ലത്ത് കാണാം. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, കോഴിക്കോട് നിന്ന് സ്വർണ്ണ കപ്പ് കൊല്ലത്തേക്ക് ഇന്ന് യാത്ര തിരിക്കുകയാണ്. നാളെയാണ് കൊല്ലത്ത് എത്തിച്ചേരുന്നത്. പക്ഷേ തിരികെ ജേതാക്കളായി കോഴിക്കോട് വീണ്ടും ആ കപ്പ് സ്വന്തമാക്കുമെന്നാണ് എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിലൊരു പ്രതീക്ഷയിൽ നിന്ന് തന്നെയാണ് ഇന്ന് കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പുമായി കുട്ടികളടക്കമുള്ള സംഘം കൊല്ലത്തേക്ക് മത്സരത്തിൽ യാത്ര ചെയ്തത്. ഇന്ന് രാവിലെ ഏകദേശം 8 തന്നെയാണ് മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ HSS ഹൈസ്കൂളിൽ ഈ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര ആരംഭിച്ചത്. മേയർ ബീന ഫിലിപ്പ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഒരു സംഘം തന്നെ ഈ കുട്ടികളുടെ നിരവധി വിവിധ മത്സരത്തിൽ പങ്കെടുക്കുന്ന നിരവധി സ്കൂളുകളിലെ അധ്യാപകരും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ഇത്തരത്തിൽ ഇന്ന് രാവിലെ 8 മണിക്ക് ചേർന്നിരുന്നു. കുട്ടികൾ 3-4 വാഹനങ്ങൾ സ്വർണ്ണക്കപ്പുമായി അകമ്പടിയാവുന്നത്. വാദ്യമേള ഘോഷങ്ങളോടുകൂടി തന്നെയാണ് സ്കൂളിൽ നിന്ന് കുട്ടികളെ ജനങ്ങൾ, അധികാർ വളരെ സ്നേഹത്തോടു കൂടി ആശീർവദിച്ച് ആശംസിച്ച് യാത്രയാക്കിയത്. യാത്ര ഇന്ന് സ്വർണ്ണക്കപ്പിനെ ഇന്ന് ഏകദേശം തൊടുപുഴയിൽ അവസാനിച്ച് നാളെ തൊടുപുഴയിൽ ജില്ലത്തേക്ക് എത്തുന്ന തരത്തിലേക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വിദ്യാഭ്യാസ ഉപഡയറക്ടർ അടക്കം ഈ പങ്കെടുത്തിട്ടുണ്ട്. തുടർന്ന് രാമനാട്ടുകരയിൽ ജില്ലാ രാമനാട്ടുകര പോലീസിന്റെ ഒരു അകമ്പടിയും ഈ ഘോഷയാത്രയെ അനുഗമിക്കും. കുട്ടികളാണ് ഈ ഒരു ഘോഷ പങ്കെടുത്തത്. രാമനാട്ടുകര മലപ്പുറം ലീഡയിൽ ഈ കപ്പ് ഏറ്റുവാങ്ങും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കപ്പ് കോഴിക്കോട് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്നും പുറപ്പെട്ടു. നാളെ കൊല്ലത്ത് വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരും. ആനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.